ഇന്ത്യ പാക് സംഘർഷാവസ്ഥയ്ക്കിടെ വീണ്ടും തലവേദനയാവുകയാണ് തുർക്കി. വ്യോമസേനയുടെ എയർക്രാഫ്റ്റ് എത്തിയതിന് പിന്നാലെ ഇത്തവണ തുർക്കിയുടെ നാവിക കപ്പൽ കറാച്ചിയിലെത്തിയിരിക്കുകയാണ്. DCG ബ്യൂക്കോദ എന്ന കപ്പലാണ് ഞായറാഴ്ച കറാച്ചി തുറമുഖത്ത് എത്തിയത്. കപ്പൽ മെയ് 7 വരെ കറാച്ചി തീരത്തുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. സൗഹൃദ സന്ദർശനത്തിന്റെയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമുദ്രമേഖലാ സഹകരണത്തിന്റെയും ഭാഗമായാണ് കപ്പൽ എത്തിയതെന്ന് പാകിസ്ഥാൻ അധികൃതർ അറിയിച്ചു. ഔദ്യോഗിക പ്രസ്താവനയിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പറയുന്നത്. തുർക്കിയുടെ കപ്പലിലെ ഉദ്യോഗസ്ഥർ പാകിസ്ഥാന്റെ നാവികസേന ഉദ്യോഗസ്ഥരുമായി വിവിധ വിഷയങ്ങളിൽ ആശയവിനിമയം നടത്തുമെന്നാണ് വിവരം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തുർക്കി വ്യോമസേനയുടെ C-130 എയർക്രാഫ്റ്റ് കറാച്ചിയിലെത്തിയത് വലിയ ആശങ്കകൾക്ക് വഴിയൊരുക്കിയിരുന്നു. പാകിസ്ഥാന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിൽ ഒന്നായ തുർക്കി രാജ്യത്തിന് അടിയന്തരമായി ആയുധങ്ങൾ എത്തിച്ചിട്ടുണ്ടാകാമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ. പാക് സൈന്യത്തിന്റെ പടക്കോപ്പുകളും മറ്റും കൈകാര്യം ചെയ്യുന്ന രഹസ്യ കേന്ദ്രങ്ങളുള്ള കറാച്ചിയിലാണ് വിമാനം എത്തിയത്. എന്നാൽ ഇതെല്ലാം നിഷേധിച്ച് തുർക്കി രംഗത്തെത്തി. വിമാനം പാകിസ്ഥാനിൽ ഇറക്കിയത് ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നാണ് അന്ന് നൽകിയ വിശദീകരണം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് തുർക്കി പ്രസിഡന്റ് തൊയ്ബ് എർദോഗാൻ വ്യക്തമാക്കി. ലോകത്ത് ഒരു യുദ്ധം കൂടി തുർക്കി ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ വിശദീകരണം ഇന്ത്യ പൂർണ്ണമായും സ്വീകരിച്ചിട്ടില്ല. ചൈനയെ പോലെ തന്നെ പാകിസ്ഥാന്റെ അടുത്ത സഖ്യകക്ഷിയാണ് തുർക്കി. ഇസ്ലാമിക ലോകത്ത് നേതൃത്വം ഏറ്റെടുക്കുക എന്ന പൊതുവായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായ സൈനിക സഹകരണവുമുണ്ട്. അടുത്തിടെ പാകിസ്ഥാനും തുർക്കിയും ഒരു സംയുക്ത സൈനിക അഭ്യാസം നടത്തിയിരുന്നു. 2022 തുർക്കിയുമായി പാകിസ്ഥാൻ ഒപ്പുവെച്ച കരാർ പ്രകാരം പാകിസ്ഥാൻ നാവികസേനയ്ക്കായി തുർക്കി 4 കോർവെറ്റുകൾ നിർമ്മിക്കാൻ സഹായിക്കും. കാശ്മീർ വിഷയത്തിൽ തുർക്കി പാകിസ്ഥാന് നേരത്തെ തന്നെ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ പാക് സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ നാവിക കപ്പൽ എത്തിയത് ഇപ്പോൾ തുർക്കിയുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ സന്ദർശനം കൂടുതൽ പ്രതിരോധ സഹകരണത്തിന് വഴിവെക്കുമോ എന്ന് ചിലർ സംശയം ഉന്നയിക്കുന്നുണ്ട്. അതിനിടെ ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ ഭീകരർ ഉപയോഗപ്പെടുത്തിയിരുന്ന ഒളിസങ്കേതം സുരക്ഷാ സേന തകർത്തു. സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തു. തിങ്കളാഴ്ച പൂഞ്ചിലെ സുരാൻകോട്ടിൽ കരസേനാ ഉദ്യോഗസ്ഥരും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ നടപടിയിലാണ് ഭീകരരുടെ ഒളിസങ്കേതം തകർത്തത്. കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കളിൽ 3 ടിഫിൻ ബോക്സുകളിലും 2 സ്റ്റീൽ ബക്കറ്റുകളിലും ഒളിപ്പിച്ച നിലയിലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതുകൂടാതെ 2 റേഡിയോ സെറ്റുകളും ബൈനോക്കുലറുകളും വസ്ത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. കാശ്മീർ IG VK ബിർദി വിളിച്ചു ചേർത്ത സംയുക്ത സുരക്ഷാ അവലോകന യോഗം നടന്ന് തൊട്ട് പിറ്റേന്നാണ് ഭീകരരുടെ ഒളിസങ്കേതം തകർത്ത നടപടി ഉണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. പാകിസ്ഥാൻ സൈനിക നീക്കങ്ങൾക്ക് ഒരുങ്ങുന്നുവെന്ന സൂചനകൾക്കിടെ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം ജാഗ്രത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സൈന്യം ബങ്കറുകൾ സജ്ജമാക്കി. വ്യോമസേന സൈനിക ശേഷി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റഷ്യൻ നിർമ്മിത മിസൈലുകളും എത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി എയർ ചീഫ് മാർഷൽ കൂടിക്കാഴ്ച നടത്തി. കരനാവികസേനകളും സജ്ജമായി കഴിഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.